യേശു ശിഷ്യന്മാരെ അവരോട് ആജ്ഞാപിച്ചു, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമയുടെ പട്ടണത്തിൽ കിടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് തന്നെ ചൊല്ലുക. നിങ്ങൾ പോകുമ്പോൾ സുഖരാജ് സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിച്ച് പറയുക. രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കുക. നിങ്ങളുടെ പടിശീലകൾ പൊന്നോ വെള്ളിയോ ചെമ്പോ, വഴിക്ക് പൊക്കണമോ രണ്ടുടുപ്പോ ചെരുപ്പോ വടിയോ കരുതരുത്. എന്തുകൊണ്ടെന്നാൽ വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. ഏത് പട്ടണത്തിലും ഗ്രാമത്തിലും കിടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആരെന്ന് അന്വേഷിക്കുക. അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവിടെ തന്നെ താമസിക്കുക. ആ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അതിന്റെ സമാധാനം ചൊല്ലുക. ആ ഭവനം യോഗ്യമെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ, അയോഗ്യമെങ്കിലോ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെ നിങ്ങളുടെ വചനം കേൾക്കാതെ ഇരുന്നാൽ ആ വീട് പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ന്യായ ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സൊദോമരുടെയും ഗൊമോരയുടെയും ദേശത്തിന് ആശ്വാസമുണ്ടാകും. ചെന്നായ്ക്കൾ നടുവിലേക്ക് ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ.